ഹരേ കൃഷ്ണ. ഇന്ന് രഥയാത്ര കഴിഞ്ഞ് ഭഗവാൻ ജഗന്നാഥൻ തൻ്റെ സഹോദരങ്ങളോടൊപ്പം ഗുണ്ടീച്ച ക്ഷേത്രത്തിൽ നിന്നും തിരികെ ശ്രീമന്ദിരത്തിലേക്ക് പോകുന്ന ദിനം. രഥയാത്രാ സമയത്ത് ഗുണ്ടീച്ച ക്ഷേത്രത്തിലേക്ക് എത്തിയ ഭഗവാൻ ജഗന്നാഥൻ, ബലരാമസ്വാമി, സുഭദ്രാദേവി എന്നിവരെ അവരവരുടെ രഥങ്ങളിൽ തന്നെ തിരികെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് ഭക്തർ കൊണ്ടുപോകുന്നു. ഇതിനെ ബഹൂതയാത്ര എന്നും പറയുന്നു. യാത്രാമധ്യേ ഭഗവാൻ അർദ്ധാംസനി ക്ഷേത്രത്തിലെത്തി പോഡ്പീഠ എന്ന വിഭവം സ്വീകരിക്കുന്നു. അതിനുശേഷം പുരിയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തുകയും ലക്ഷ്മി ദേവിയെ കാണുകയും ചെയ്യുന്നു. യാത്ര തുടർന്ന് രാത്രിയാകുമ്പോൾ ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ആ രാത്രി രഥത്തിൽ തന്നെ ചിലവഴിക്കുന്നു. അടുത്ത ദിവസം വിഗ്രഹങ്ങളെ സ്വർണ്ണവേഷം അണിയിക്കുന്നു. ഇതിനെ സൂനാവേഷ് എന്ന് പറയുന്നു. സ്വർണത്തിൽ തീർത്ത ഭഗവാന്റെ ഹസ്തങ്ങളും പാദങ്ങളും എല്ലാം വിഗ്രഹത്തിൽ ചേർക്കുന്നു. സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ കിരീടങ്ങളും എല്ലാം വെച്ച് ഭഗവാനെ സുന്ദരമായി അലങ്കരിക്കുന്നു. ഈ ദിനം രഥയാത്രാ മഹോത്സവത്തിൻ്റെ ഏറ്റവും മംഗളകരമായ ദിവസമായി കണക്കാക്കുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം സ്വർണ്ണാഭരണങ്ങളെല്ലാം മാറ്റി വിഗ്രഹങ്ങളെ ക്ഷേത്രത്തിനുള്ളിലേക്ക് ആനയിക്കുന്നു. ആദ്യം ബലരാമസ്വാമി, പിന്നീട് സുഭദ്രാദേവി, അവസാനം ജഗന്നാഥ ഭഗവാൻ എന്ന ക്രമത്തിൽ അകത്തേക്ക് പ്രവേശിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തരുടെ അകമ്പടിയോടുകൂടി ഈ ഉത്സവം കൊണ്ടാടുന്നു. ഹരേ കൃഷ്ണ.